നിസ്കാരം നിർവഹിക്കുന്നു എന്ന രൂപത്തിൽ നമ്മൾ നിയത്ത് വെച്ചിട്ട് സാധാരണ നിസ്കാരങ്ങളെ പോലെ നമ്മൾ കൈകെട്ടുക. അങ്ങനെ നമ്മൾ കൈകെട്ടിയതിനു ശേഷം വജ്ജഹത്തും സൂറത്തുൽ ഫാത്തിഹയും ഓതും. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറുൻ ഖുൽ യാ അയ്യുഹൽ കാഫിറുൻ ഓതൽ പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ്. നിങ്ങൾക്ക് അത് അറിയുന്നില്ല എങ്കിൽ മറ്റൊരു സൂറത്തും ഓതാവുന്നതാണ്, ശ്രദ്ധിക്കുക. അങ്ങനെ ഒന്നാമത്തെ റക്അത്തിൽ അങ്ങനെ ബാക്കി റുക്കുവും സുജൂദും ഇഅ്തിദാലൊക്കെ സാധാരണ നിസ്കാരം ചെയ്യുന്നത് പോലെ ചെയ്ത് രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതൽ പ്രത്യേകം സുന്നത്താണ്. ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ ആ സൂറത്ത് ഓതുക. അങ്ങനെ രണ്ട് റക്അത്ത് നിസ്കാരം മറ്റു നിസ്കാരത്തെ പോലെ കൃത്യമായി നിർവഹിച്ചിട്ട് നമുക്ക് സലാം വിട്ടാവുന്നതാണ്. ശ്രദ്ധിക്കുക, അങ്ങനെ സലാം വിട്ടതിന് ശേഷം നമ്മൾ ആത്മാർത്ഥമായിട്ട് ശേഷം പറയുന്ന ദുആ, അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അത് അറിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ദുആ ചെയ്താൽ മതി. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഏറ്റവും നല്ലൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് അല്ലാഹു ഇട്ട് തരും. ശേഷമുള്ള ദുആ ഇതാണ്. ആദ്യം സാധാരണ ദുആയിൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഹംദും സലാത്തൊക്കെ ചൊല്ലുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വ അഹ്ലി ബൈത്തിഹി വ സഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വ അസ്തഖ്ദിറുക ബിഖുദ്റതിക വ അസ്അലുക മിൻ ഫളിലിക്കൽ അദീം فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب. اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري فاقدره لي ويسره لي ثم بارك لي فيه وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري فاصرفه عني واصرفني عنه واقدر لي الخير حيث كان ثم رضني به. ഇങ്ങനെ ദുആ ചെയ്തിട്ട് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ എന്ന ദുആവും കൂടി നമുക്ക് ചേർക്കാവുന്നതാണ്. അതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന രൂപത്തിൽ മലയാളത്തിലും ദുആ ചെയ്യാം. അങ്ങനെ ദുആ ഒക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ സാധാരണ ദുആയിൽ ചെയ്യുന്നത് പോലെ അവസാനം സലാത്തും കൂടി ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ഇത് കഴിയുമ്പോൾ നല്ലൊരു